ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് ബിബ്ര ലേക്ക് എന്ന് പറയുന്ന പെർത്തിൻ്റെ ഒരു ഭാഗത്താണ്. ഇന്നത്തെ ദിവസം ഞാൻ വേദവചനം വായിക്കുവാനും ചിന്തിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയായി പ്രകൃതിയുമായി കുറേ സമയം ചെലവഴിക്കുവാനായിട്ടും തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞാൻ ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലെ ഒരു വളരെ യുണീക്കായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ്. ചിന്തിക്കും തോറും ആ ആളിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു 3 ചോദ്യം ചോദിക്കാം. ഈ 3 രീതിയിൽ ഈ വ്യക്തി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 4 സുവിശേഷങ്ങളിലായിട്ട് യേശുക്രിസ്തുവിൻ്റെ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ദൈർഘ്യമേറിയ സംഭാഷണം യേശുക്രിസ്തു നടത്തിയത് ഈ വ്യക്തിയുമായിട്ടാണ്. ആരായിരിക്കും ഈ ആൾ? രണ്ടാമതായിട്ട്, യേശു താനാണ് മശിഹ എന്ന് പരസ്യമായിട്ട് വെളിവാക്കി കൊടുത്തത് ഈ വ്യക്തിക്കാണ് ആദ്യമായിട്ട്. ആരാണ് ഈ ഭാഗ്യവാൻ അല്ലെ ഭാഗ്യവതി? മൂന്നാമത്തെ ചോദ്യം: ഈ ഒരാളുടെ സാക്ഷ്യം കാരണം ഒരു നഗരം മുഴുവൻ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിഞ്ഞു. യേശുവാണ് മശിഹ എന്ന് ഈ ഒരാളുടെ ടെസ്റ്റിമണി, സാക്ഷ്യം കാരണം ഒരു നഗരം മുഴുവൻ തിരിഞ്ഞു. അപ്പോൾ ഈ ഇത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഈ വ്യക്തി ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കും പണ്ട് ഈ ആളിനെ മനസ്സിലായ രീതി എന്താണെന്ന് ഞാൻ പറയാം. അതായത്, എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഈ വ്യക്തി 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ താമസിക്കുന്ന ആളൊരു ഭർത്താവുമല്ല. അപ്പോൾ വളരെ ലൂസായിട്ടുള്ള മൂല്യബോധം. രണ്ടാമത്, ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തിത്വം. മൂന്നാമത്, ഒരു പട്ടണം മുഴുവൻ താഴേക്കിടയിൽ കാണുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തി. ആ രീതിയിലാണ് ഒരു തരത്തിലും കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാർ പോലും കൂടെ നിൽക്കാത്ത ഒരു വ്യക്തി. ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ ഈ ആളിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശമരിയക്കാരിയായ സ്ത്രീ, ആ സ്ത്രീയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ യേശുവിൻ്റെ കണ്ണിൽ ഈ സ്ത്രീ ഒരിക്കലും ഒരു തുച്ഛമായ വാല്യൂ ഉള്ള ആളല്ലായിരുന്നു. വളരെ അമൂല്യമായ വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ വ്യക്തിയെ തന്നെ കാണുവാനായിട്ട് ഒരിക്കലും ഒരു യൂതൻ സഞ്ചരിക്കാത്ത, യഹൂദൻ സഞ്ചരിക്കാത്ത ശമരിയ പ്രദേശത്തൂടെ വളരെ റിസ്ക്കിയായിട്ട്, ജീവന് പോലും അപകടം പറ്റത്തക്ക രീതിയിൽ ഏതൊരു യഹൂദനെ കണ്ടാലും ശമരിയക്കാർ ആട്ടും തുപ്പും, ചിലപ്പോൾ അടിച്ചു കൊല്ലുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ശമരിയ പ്രദേശത്തു കൂടെ വന്ന് ഈ സ്ത്രീയെ കാണുകയും, അതും പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് സംഭാഷണം നടത്തുവാനായിട്ട് ഈ യാക്കോബ് കുഴിച്ച ഈ കിണറിൻ്റെ സമീപമായപ്പോൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞ്, നിങ്ങൾ അടുത്തുള്ള ടൗണിൽ പോയി ഭക്ഷണം വാങ്ങി വരിക എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. ഒറ്റയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് കണ്ട് ആ സംഭാഷണം ആരംഭിക്കുകയാണ്. ഈ സംഭാഷണം നമുക്ക് ഒരു 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഭാഗത്തിൽ യേശുക്രിസ്തു അവളുടെ അടുക്ക് പറയും, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കുവാനായിട്ട് വേണം, വളരെയധികം ക്ഷീണിച്ചാണ്. ആദ്യമേ യേശുക്രിസ്തു ഒരു താഴ്ന്ന ലെവലിലേക്ക് ഇറങ്ങി ആ സ്ത്രീയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അവർ പറയും, നമ്മൾ ജാതീയമായിട്ട് നമ്മൾ 2 വ്യക്തികളാണ്, നമുക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരാനായിട്ട് എനിക്ക് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഈ നട്ടിച്ച സമയത്ത് ഇവിടെ വെച്ച് കാണുന്നതൊന്നും ശരിയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ യേശുക്രിസ്തു ആദ്യമേ താഴ്മയുടെ ഒരു നിലയിലേക്ക് വന്നു, താഴ്ന്ന് ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആളിനെ പറ്റി മറ്റുള്ളവർക്ക് പറയുന്നുടനെ നമ്മളും ഒരു എളിമയുടെ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു അവളുടെ അടുക്ക പറയും, എനിക്ക് ചില കാര്യങ്ങൾ നിനക്ക് തരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. എന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഉറവ പറ്റാത്ത ഒരു ഉറവയുള്ള ജലസ്രോതസ്സ് നിന്നിൽ സൃഷ്ടിക്കുവാൻ എനിക്ക് സാധിക്കും, അത് നിന്നെ നിത്യജീവനിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധനം എനിക്ക് നിനക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോൾ അവൾ പറയും, അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണല്ലോ, എനിക്കത് വേണം. അപ്പോഴാണ് യേശുക്രിസ്തു ഇവളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നത്.
അതായത് ഇവൾ ചെയ്തു പോയ പാപങ്ങളെപ്പറ്റി ഒരു ഓർമ്മപ്പെടുത്തൽ. അതിനുവേണ്ടി യേശു ക്രിസ്തു പറഞ്ഞു, നീ വീട്ടിൽ ചെന്നിട്ട് നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ, ഞാൻ ആ ഉറവ നിനക്ക് തരാം എന്ന് പറയുന്നു. കാര്യം അവളുടെ വീക്ക് പോയിൻ്റ് അതായിരുന്നു, അല്ലെങ്കിൽ അവൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗിൽറ്റ് ഫീലിംഗ്, കുറ്റബോധവും അതായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു അതൊന്ന് ഉയർത്തി കാണിച്ചു. എന്നിട്ട് യേശു ക്രിസ്തു തന്നെ അവളുടെ അടുക്ക് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നീ താമസിക്കുന്നതിൻ്റെ ഒരു ഭർത്താവുമായിട്ട് അല്ല താനും. അപ്പോൾ പറഞ്ഞു, നിനക്ക് എന്നെപ്പറ്റി എല്ലാം അറിയാമല്ലോ, അപ്പോൾ നീ തീർച്ചയായിട്ടും ഒരു പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു 2 സത്യങ്ങളാണ് അവൾക്ക് വെളിവാക്കി കൊടുക്കുന്നത്. ഒന്ന് പറയുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് സ്ത്രീ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ദൈവം യെരുശലേമിലാണല്ലോ ഇരിക്കുന്നത്, ഞങ്ങളുടെ ദൈവം ഗെരിസീമ എന്ന് പറയുന്ന മലയിലാണ്, നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവമൊക്കെ ഓരോ മലമുകളിലാണ് എന്നെല്ലാം പറയും. അപ്പോൾ യേശു ക്രിസ്തു പറയും, ദൈവം ഈ മലയിലും ആ മലയിലൊന്നും അല്ല. ഒന്നാമത്തെ ഇനിയും പ്രോമിസ് പറയുന്നത്, വരാനിരിക്കുന്ന കാലത്തിൽ നിങ്ങൾ ആ മലയിലും ഈ മലയിലും പോയി ദൈവത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരും. യേശുക്രിസ്തു അവിടെ പറയുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു സമയം, പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ആ സമയം, അതിനെപ്പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് യേശുക്രിസ്തു പറയും, ഇവൾ പറയും, നീ ഒരു പ്രവാചകനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയും, യേശുക്രിസ്തു പറയും, എന്നിട്ട് ഇവൾ പറയും, ഞങ്ങളുടെ മശിഹ വരാനിരിപ്പുണ്ട്. മശിഹ വരുന്ന ഉടനെ സത്യം എന്താണെന്ന് ആ മശിഹ ഞങ്ങൾക്ക് വെളിവാക്കി തരും എന്ന് പറയുന്നു. അവളുടെ ദൈവത്തിലുള്ള വിശ്വാസം അവളവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ മശിഹ വരും, ഞങ്ങളുടെ മശിഹ സത്യം പറഞ്ഞു തരും. അതെന്തിന് ഉത്തരമായിട്ട് പറഞ്ഞതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പറയും, ഇനിയും വരാനിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിൽ വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഇവൾ തിരിച്ചു പറഞ്ഞാണ്, അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ഞങ്ങളുടെ മശിഹ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയും. അപ്പോൾ യേശു ക്രിസ്തു അവളുടെ മുഖത്തോട്ട് നോക്കി പറയാണ്, ഞാൻ തന്നെയാണ് ആ മശിഹ. മശിഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, സേവിയർ, നമ്മളെ രക്ഷിക്കാനായിട്ട് വരുന്നയാൾ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഇവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം സകലതും അറിയുന്ന വ്യക്തിയാണ്, ഇവിടെപ്പറ്റി സകലതും അറിയുന്ന വ്യക്തിയാണ് മുന്നേറിയിരിക്കുന്നത്. എന്നാലും പൂർണ്ണമായിട്ട് കൺവിൻസ്ഡും അല്ല. ഇത് കേൾക്കുന്ന ഉടനെ തന്നെ ഇവൾ കൊണ്ടുവന്ന പാത്രമെല്ലാം ഇട്ടേച്ച് തിരിച്ച് നഗരത്തിലേക്ക് ഓടിപ്പോവുകയാണ്. നഗരത്തിലേക്ക് ഓടിപ്പോയതിന് ശേഷം അവിടെയുള്ള ജനങ്ങളുടെ അടുക്ക് പറയും, ഞാൻ മശിഹായെ കണ്ടെത്തി, നമ്മളുടെ മശിഹായെ കണ്ടെത്തി, നമ്മളെ രക്ഷിക്കുവാനിരിക്കുന്ന മശിഹായെ കണ്ടെത്തി, വരിക എന്ന് പറഞ്ഞ് വളരെയധികം ആൾക്കാർ യേശു ക്രിസ്തുവെ കാണാനായിട്ട് ഈ കിണറിൻ്റെ അടുക്കിലേക്ക് വരുന്നു. കിണറിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ഈ ജനങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞത് കേട്ടു, അവർ വിശ്വസിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, വന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ നഗരത്തിൽ വന്ന് താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ യേശു ക്രിസ്തു അവിടെ 2 ദിവസം ചിലവഴിച്ചു. 2 ദിവസം ചിലവഴിച്ച് സുവിശേഷം പറഞ്ഞ് ആ നഗരത്തിലുള്ള ജനങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവളോട് പറഞ്ഞു, നീ പറയുന്നതല്ല ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത്, കാരണം മശിഹ നേരിട്ട് ഞങ്ങളുടെ അടുക്ക് വന്ന് സംസാരിച്ചു, ഇനി ഞങ്ങൾ മശിഹ പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ജനതയെ മൊത്തം മാറ്റിമറിക്കുവാൻ യേശു തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഈ ശമരിയക്കാരിയ സ്ത്രീ. നമ്മളെക്കാളൊക്കെ എത്രയോ ഭാഗ്യമുള്ള വ്യക്തി. നമ്മളൊക്കെ അവരെ ലുക്ക് ഡൗൺ അപ്പോൺ ഹർ. പക്ഷെങ്കിൽ യേശു ക്രിസ്തു എന്തുമാത്രം വാല്യൂ അവളിൽ കൽപ്പിച്ചു. അവൾക്ക് ഇത്രയും വലിയൊരു സാക്ഷ്യം ജനങ്ങൾക്ക് നൽകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ 5 ഭർത്താക്കന്മാരും ഈ 6ാമതൊരുത്തനും എല്ലാവരും അതിൽ കൂടെ എല്ലാം കടന്നു പോകണമായിരുന്നു. ദൈവം അവളെ ഉയർത്തി ഉപയോഗിക്കാനായിട്ട് ഈ വലിയൊരു ഇവളുടെ ആ ഒരു പേര്, നല്ല പേരല്ല, മോശമായിട്ടുള്ള ആ ഖ്യാതി ആ നഗരത്തിലെല്ലാം എല്ലാവരും അറിയണമായിരുന്നു. അങ്ങനെ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു സ്ത്രീ, ഈ 5 പേര് ഭർത്താവും പിന്നെ ഈ മോറൽ സ്റ്റാൻഡേർഡ്സ് താന്നിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഈ സ്ത്രീ തന്നെ ജനങ്ങളുടെ അടുക്ക് ചെന്ന് പറഞ്ഞപ്പോൾ ആ ജനങ്ങളെല്ലാവരും വിശ്വസിച്ചു. അവർ ഇവിടെ വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിനെ അനുഗമിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രാക്ടിക്കലായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നമുക്ക് മനസ്സിലാക്കാനുള്ള 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല സാക്ഷികൾ നമ്മൾക്ക് ചുറ്റും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ല സാക്ഷികളുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക്
കൂടുതൽ കൂടുതൽ അടുത്തു വരും. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മളുടെ അടുക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ സ്ത്രീയുടെ അടുക്ക് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തർക്കുത്തരം പറഞ്ഞ് ഒഴിവൊഴിവുകൾ പറഞ്ഞിരിക്കാതെ പൂർണ്ണമായും വിശ്വസിച്ചു. അപ്പോൾ ദൈവം പറയുന്നത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണോ? അതോ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണോ നമ്മൾ കൂടുതൽ വില കൽപ്പിക്കുന്നത്? മൂന്നാമത്, ഈ സ്ത്രീയെ കാണാനായിട്ട് യേശുക്രിസ്തു എന്തുകൊണ്ടായിരിക്കണം ഇത്രയും റിസ്ക് എടുത്ത് ശമരിയയിൽ വന്നത്? എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ സ്ത്രീ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയായിരുന്നു, പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയിലും ദൈവാന്വേഷണത്തിലും അതുപോലെ തന്നെ ജീവിത സാഹചര്യം ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും ദൈവമല്ലാതെ മറ്റാരും ഇവളെ രക്ഷിക്കാനില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമായിരിക്കണം ഇവളുടെ പ്രാർത്ഥന ദൈവം കേട്ട് കാണുന്നു. അങ്ങനെയാണ് യേശുക്രിസ്തു ഇവളുടെ അടുക്കലേക്ക് എത്തിയത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, നിന്നെ എനിക്ക് കാണിച്ചു തരണമേ, നീ ആരാണ്, നിൻ്റെ സേവിങ് ഗ്രേസ് എനിക്ക് കാണിച്ചു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമുക്കും വെളിപ്പെടുത്തി തരും. ഇതിനെപ്പറ്റി ഞാൻ 1-2 എക്സാമ്പിളോട് പറയാം. അഞ്ചാമത്, യഥാർത്ഥ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലുമുള്ള വർഷിപ്പാണ്. നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ട്രൂ ഗോഡിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് മുറുവൻ കൂദാശയിൽ കൂടി, നമുക്ക് നമ്മുടെ ബാപ്റ്റിസത്തിൽ കൂടി, മാമോദിസയിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ നൽവരം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ സ്വീകരിച്ച് അംഗീകരിച്ച് യേശു ക്രിസ്തു ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ദൈവം നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണ്. ശരിക്കും ആത്മാവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കും. ഇനിയിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തുവിനെ ശരിക്കും അന്വേഷിച്ച് ഹമ്പിളായിട്ട് അന്വേഷിച്ച് ആഗ്രഹിച്ച 1-2 പേരെ ഞാൻ പറയാം. ഒന്ന്, വേദപുസ്തകത്തിനകത്ത് 1-2 വാചകങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നഥാനിയേൽ. നഥാനിയേൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടന്നു വന്നപ്പോൾ യേശുക്രിസ്തു അവനെ പേര് ചൊല്ലി വിളിച്ചു, നഥാനിയേൽ. എന്നിട്ട് പറഞ്ഞു, അവനെ ഡിസ്ക്രൈബ് ചെയ്തിങ്ങനെയാണ്, ദ മാൻ വിത്തൗട്ട് ഡിസീറ്റ്, കാപട്യമില്ലാത്ത മനുഷ്യൻ. അപ്പോൾ നഥാനിയേൽ ചോദിക്കും, നിനക്കെന്നെ എങ്ങനെയാണ് മനസ്സിലായി? പറയും, നിന്നെ ഞാൻ അത്തിവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ കണ്ടു. അതെന്താ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞേ? വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല തലേന്ന് അത്തിവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ കണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാമർശമേ ഇല്ല. നഥാനിയേലിന് പോലും അറിയത്തില്ല ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായെന്ന്. പക്ഷെ നമുക്കറിയാം, ദൈവത്തിന് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം. നഥാനിയേൽ ഹൃദയം നുറങ്ങി മുൻപ് ഒരു ദിവസം അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം, ദൈവത്തെ കാണിച്ചു തരണേന്ന്. അപ്പോൾ ദൈവം അവിടെ വരും, അവിടെ വന്നിട്ട് നഥാനിയേലിനടുക്ക് വെളിവാക്കി കൊടുക്കും, ഞാനാണ് മശിഹ. അടുത്ത ഒരാളിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ബെഥസ്ദ കുളത്തിൻ്റെ കരയിലുണ്ടായിരുന്ന ഒരു തളർവാദ രോഗിയുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് 38 വർഷമായിട്ട് അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, തളർവാദം മാറാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതായത് കുളം ഇടയ്ക്ക് വന്ന് ദ ലോർഡ്സ് ഏഞ്ചൽ അതൊന്ന് സ്റ്റിർ ചെയ്യും, ഒന്ന് ഇളക്കും എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളത്തിൽ ചാടുന്ന ആളിന് സൗഖ്യം ലഭിക്കും. അപ്പോൾ ഈ വെള്ളം ഇളകുന്ന സമയം നോക്കി ഇരുന്ന് ഇദ്ദേഹത്തിൻ്റെ കാലിന് തളർവാദം ഉള്ളതുകൊണ്ട് ആദ്യമേ കുളത്തിൽ ചാടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കാതെ ഇരുന്നു. തീർച്ചയായിട്ടും ഈ 38 വർഷമായിട്ട് ഇദ്ദേഹം നുറങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു കാണും. യേശുക്രിസ്തു ഇവനെ തിരക്കി അവിടെ കുളത്തിനടുക്ക് ചെന്നിട്ട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകണോ? ശരി, എനിക്ക് സൗഖ്യമാകണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ സൗഖ്യം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ മനമൊരുങ്ങി പ്രാർത്ഥിക്കുക, ഹമ്പിൾ ചെയ്യുക. ദൈവമേ, നീ എനിക്ക് വെളിവാക്കി തരണമേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം വെളിവാകും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയും ചെയ്യും. അതിനായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.